ടി.എൻ. പ്രതാപൻ രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചതിനെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് വി.എം. സുധീരൻ. പരിശോധിച്ച ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും സുധീരൻ ഡൽഹിയിൽ പറഞ്ഞു. ഇല്ല, കത്ത് കൊടുത്തിട്ടില്ല. കത്ത് കൊടുത്തിട്ടില്ല. എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞുകൂടാ. ഞാൻ അന്വേഷിച്ച് പറയാം കേട്ടോ. കയ്പമംഗലം സീറ്റ് തനിക്ക് വേണമെന്നാവശ്യപ്പെട്ടാണ് ടി.എൻ. പ്രതാപൻ കേന്ദ്രത്തിന് കത്തയച്ചത്, ദേശീയ നേതൃത്വത്തിന് കത്തയച്ചത് എന്നതാണ് വാർത്ത വന്നത്. ഈ കത്തിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ പരാമർശിക്കുകയും ചെയ്തു എന്നതാണ് വിവരം. ഇതേ തുടർന്നാണ് പ്രതാപന്റെ മുഖംമൂടി അഴിഞ്ഞു വീണു എന്ന് ഡീൻ കുര്യാക്കോസിന്റെ പ്രതികരണവും വന്നത്. സവാദ് മുഹമ്മദുണ്ട് ഡൽഹിയിൽ നിന്ന്. സവാദ്, തീർച്ചയായും പ്രതാപന് മാത്രമല്ല സുധീരന് കൂടി തിരിച്ചടിയാവുന്നതാണ് ഇങ്ങനെ ഒരു കത്തുണ്ട് എന്ന വിവരം പുറത്തു വരുന്നത്. സുധീരന്റെ പ്രതികരണം അങ്ങനെ ഒരു കത്ത് ഉണ്ടാകാൻ ഇടയില്ല എന്ന രീതിയിലാണ്, അതിനെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്ന രീതിയിലാണ്. എന്താണ് വിശദാംശങ്ങൾ? പ്രസാദ്, നേരത്തെ കൊടുങ്ങല്ലൂരിലായിരുന്നു ടി.എൻ. പ്രതാപൻ മത്സരിച്ചിരുന്നത്. എന്നാൽ ആ സീറ്റിൽ മത്സരിക്കാനേ ഇല്ലെന്നും പൊതുമുങ്ങൾക്ക് അവസരം നൽകാൻ മാറി നിൽക്കുന്നു എന്നുമാണ് ടി.എൻ. പ്രതാപൻ അറിയിച്ചിരുന്നത്. എന്നാൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് കയ്പമംഗലത്തേക്ക് ടി.എൻ. പ്രതാപന്റെ പേര് ഇന്നലെ ഉയർന്നു വന്നത്. ഇന്നലെ അദ്ദേഹം ഡൽഹിയിലെത്തി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനുശേഷം ഇന്നലെ രാത്രി ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതിയിൽ അദ്ദേഹത്തെ കയ്പമംഗലത്ത് നിർത്താൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നത് രാഹുൽ ഗാന്ധിയുടെയും ഹൈക്കമാൻഡിന്റെയും നിർബന്ധത്തെ തുടർന്ന് താൻ മത്സരിക്കുന്നു എന്നതാണ്. എന്നാൽ ഇന്ന് രാവിലെയോടെ ഇന്നലെ അദ്ദേഹം രാഹുൽ ഗാന്ധിക്ക് നേരത്തെ കയ്പമംഗലത്ത് മത്സരിക്കാൻ സന്നദ്ധനാണെന്ന് അറിയിച്ചൊരു കത്ത് അയച്ചിട്ടുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നും പുറത്തു വരികയായിരുന്നു. ഇതിനോട് പ്രതികരിക്കവെയാണ് വി.എം. സുധീരൻ പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു കത്തിനെ കുറിച്ച് അറിയില്ല എന്നാണ്. ഇതിന്റെ അടുത്ത സവാദ് മുഹമ്മദാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.